പച്ചമാങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ഞാനിത് പച്ചമാങ്ങ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പച്ചമാങ്ങ എനിക്കറിയത്തില്ല, ഉള്ളിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അറിയാം അത് പഴുത്തിട്ടുള്ളതാണോ. നല്ല പച്ചയായിട്ടുള്ള മാങ്ങയാണ് ശരിക്കും ഇതിന് നല്ലത്. അപ്പം ഞാൻ 2 എണ്ണം മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി, ഇത് ഷാലറ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ല, മറ്റേ പേളോണിയൻ, അത് ഉണ്ടെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ കുറച്ച് 1 കപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഇത് എടുത്ത് വെച്ചിരിക്കുക. പിന്നെ കുറച്ച് പച്ചമുളക്, കറി ലീഫ് വേണം. ഓക്കെ, ഇത്രയാ വെജിറ്റബിൾ ആവശ്യമുള്ള. മാങ്ങ, ചെറിയ ഓണിയൻ, പച്ചമുളകും കറിവേപ്പിലയും. പിന്നെ പൊടികൾ എന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ഞാൻ കുറച്ച് 2 എരിവുള്ളതും കാശ്മീരി മുളക് പൊടിയും കുറച്ച് 1/2 എടുത്ത് വെച്ചേക്കുക. പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഞാൻ ലാസ്റ്റ് കുറച്ച് കറി ലീഫും വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഒന്ന് മൂപ്പിച്ചിട്ട് ലാസ്റ്റ് ഇടാൻ വേണ്ടി വെച്ചേക്കുക ഈ ഉലുവപ്പൊടി. ഓക്കെ, ഇപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 മാങ്ങ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതും ഈ ഉള്ളിയൊക്കെ ഇട്ട് വരുമ്പോൾ 1 കപ്പ് തേങ്ങ വേണമായിരിക്കും. അതെടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ പൊടിയില്ലേ എടുത്ത് വെച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കും. അപ്പോൾ ആദ്യം എന്നിട്ടും ഈ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളിത് അതിനകത്തോട്ട് അരപ്പ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി വേണ്ട. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് വാട്ടും, ഒത്തിരി അങ്ങനെ വറക്കൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാട്ടും. പിന്നെ അവസാനം കുറച്ച് ഉലുവ ഒന്ന് വറക്കാൻ വേണം. പിന്നെ കറിവേപ്പില ഉലുവയും കൂടെ ഒന്ന് വറുത്തിടാൻ വേണം കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് തൂവാം ലാസ്റ്റ്. ഓക്കെ, ഇപ്പം നല്ല ടേസ്റ്റൊക്കെ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കലമൊക്കെ എടുത്ത് വെച്ചേക്കുക ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് ആദ്യം കട്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം എങ്ങനെ ഇത് കഷ്ണങ്ങളാക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് ഞാൻ മാങ്ങ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ മാങ്ങ പീൽ ചെയ്ത് വെച്ചു. പീൽ ചെയ്ത് വെച്ചാൽ ഫുള്ളിങ്ങനെ നമ്മൾ തൊലി എടുത്ത് കളയത്തില്ല, കുറച്ച് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട് തൊലി ഇരിക്കുന്നു. ഓക്കെ, അതുപോലെ ഇങ്ങനെ ഇതുപോലെ മാങ്ങ ഒന്ന് ചെത്തി വെക്കുക. ഓക്കെ, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പീൽ ചെയ്ത് വെക്കുക. ഇനി ഞാൻ മറ്റേതൂടെ ചെയ്യാൻ പോവാം. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ പീൽ ചെയ്ത് എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. ഒന്ന് കട്ട് ചെയ്തു ഉണ്ടാവും. ഇപ്പം കുഴപ്പമില്ല, നല്ല മാങ്ങയ. ഇനിയിപ്പം ഞാനിതിങ്ങനെ ചെറുതായിട്ട് നീളത്തി ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവാം. ഒരു മാങ്ങ ഇനിയിപ്പോൾ ഇത്രത്തോളം ഉണ്ട്. ഇപ്പോൾ ചെറിയ കറിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇത് ഒരു മാങ്ങ ഇനഫ്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ തേങ്ങയും പിന്നെ പച്ചമുളക് ഉള്ളിയൊക്കെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരെണ്ണം അതിനിപ്പോൾ ഇത്രയുണ്ട്. നിങ്ങൾ ഇതുപോലെ നീളത്തിലിങ്ങനെ ഞാനൊന്ന് അരിയുമ്പോൾ കാണിച്ചു തരാം ഒന്നുകൂടെ. ഞാൻ പറഞ്ഞല്ലോ പീൽ ചെയ്യുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ, ഒത്തിരി അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പീൽ ചെയ്ത് കളയാതെ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പം നമുക്ക് കണ്ടോ ഇതേപോലെ ഇങ്ങനെ നീളത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പീസായിട്ടാണ് ശരിക്കും ഇത് കിടക്കേണ്ട മാങ്ങ. ഓക്കെ, അപ്പോൾ ഒരു കറിക്ക് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കണ്ടോ ആദ്യം കട്ട് ചെയ്ത മാങ്ങ നല്ല പച്ചയായിരുന്നുണ്ടോ, ശരിക്കും നല്ല പുളിയുണ്ട് മാങ്ങയ്ക്ക്. പിന്നെ ഇതാണെങ്കിൽ ചെറിയൊരു മഞ്ഞ യെല്ലോയിഷ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ അത് രണ്ടും എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ മാങ്ങ നോക്കും. ഒത്തിരി മധുരമുള്ള മാങ്ങ കൊള്ളത്തില്ല ഇതിനൊക്കെ, പച്ചയും പിന്നെ പുളിയൊക്കെ വേണം. ഓക്കെ, ഇതേ മാങ്ങ അപ്പം ഞാൻ നന്നായിട്ടിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ ചെറിയ ഉള്ളി എടുത്താൽ ഫുള്ള് ഞാൻ ഇട്ടിട്ടില്ല. നമ്മൾ മാങ്ങ കട്ട് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം ഉള്ളി വേണമെന്നുണ്ട്. സെയിം എമൗണ്ട് ഉള്ളി ഒന്നും ഇടണ്ട. ഇപ്പം 1/4 ഉള്ളി ഇട്ടാൽ മതി. ഓക്കെ, ഇതിൻ്റെ ഒരു 1/4 ഭാഗം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചു. ഇതിന് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചു, അത് എത്രത്തോളം വേണം അതുപോലെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ഉള്ളി, മാങ്ങ, പിന്നെ കറിവേപ്പില എവിടെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഒരു കലം വെച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് മാങ്ങയിട്ട് അരപ്പിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങയും മല്ലിപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചിട്ട് വരാം. പൊടികളെടുത്ത് കണ്ടായിരുന്നല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്ത് വെച്ചേക്കുന്നത്.
ഇത് 1 ടീസ്പൂൺ ഉണ്ട് മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഞാൻ കാശ്മീരി മുളക് പൊടി മറ്റേ എരിവെള്ളയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പം മല്ലിപ്പൊടി ചൂട് വേണമെങ്കിൽ ഇടാം. ഞാൻ ഇതിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇത്തിരി മല്ലിപ്പൊടി ഇടണ്ട, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇത് 3ഉം ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക. ഞാനിത് അരയ്ക്കാൻ പോവുക. അപ്പം മിക്സി ബ്ലെൻഡറിലിട്ടിട്ട് അതൊന്ന് ചതച്ച്, ഒത്തിരി ഇങ്ങനെ അരയണ്ട, പക്ഷെ തോരൻ്റെയും നന്നായിട്ട് ഇൻ ബിറ്റ്വീനായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, ഞാൻ ഈ കോക്കനട്ടും ആ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് ടെർമറിക് പൗഡർ ഇച്ചിരി കൂടി, ഞാൻ കുറച്ച് എന്താ പറയുന്നത് റെഡ് കളറിന് വേണ്ടി ഇത് എന്താ പറയുക കാശ്മീരി മുളക് പൊടി കുറച്ചിനകത്തോട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് അരച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ഛന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. അപ്പോൾ ഞാൻ വെച്ചു, കുറേ നാളെ ഞാൻ യൂട്യൂബിലൊക്കെ കയറി റെസിപ്പിയൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാൻ വെച്ചു ഇങ്ങനെ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്നുവെച്ചാൽ വെള്ളം പോലുള്ള കറിയല്ല, തിക്കായിട്ടുള്ള കറിയാണ്. ഓക്കെ, നമുക്ക് ചോറിനകത്തൊക്കെ ചോറിൻ്റെ കൂടെ കറിയായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം ആദ്യം നമുക്കിത് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു കലം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആ ഉള്ളി, ചെറിയ ഉള്ളിൻ്റെ അരിഞ്ഞ് വെച്ചാൽ അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, ഉപ്പ് നമുക്ക് ഇല്ല ആവശ്യത്തിന് എപ്പോഴും ഇട്ടു. ഞാൻ കുറച്ച് ഉപ്പിനകത്തിടുക. ഒത്തിരി ഇങ്ങനെ വാടുവെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വാടിയാണ് ഞാൻ മാങ്ങ ഇടാൻ പോകുന്നതൊക്കെ. ഇതിപ്പം വാടിയിട്ടില്ല. ഞാൻ പച്ചമുളകും കുറച്ച് കറിവേപ്പില, ഒത്തിരി ഇല്ല, കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇത് കഴിയുമ്പോൾ നമുക്ക് ആ മാങ്ങയും കൂടെ മാറ്റി ഞാൻ മാങ്ങയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാം. മാങ്ങയും അതിനകത്ത് ആഡ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അരപ്പില്ലേ, ഇത് കുറച്ച് ഇട്ടിട്ട് നമുക്കൊരു അരപ്പൊക്കെ നോക്കിയിട്ട് അരപ്പ് ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അരപ്പ് അരച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇതിനകത്ത് ഇടുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രം വെച്ചൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതിയായിരിക്കും. അടിന്ന് വേവിട്ടത് ഇതിപ്പം തിളയ്ക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മാങ്ങ വെന്തോന്ന് നോക്കണം. മാങ്ങ വെന്തെങ്കിൽ നമുക്കിത് ഓക്കെ, പക്ഷെ ഇത് വെന്തിട്ടില്ല. മാങ്ങ എത്രത്തോളം അരിയേക്കുന്നതിൻ്റെയൊക്കെ വെച്ചിട്ടാണ് ഇത് വേവുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല എരിവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ പച്ചമുളക്, അത് വെളുത്തുള്ളി ഇഷ്ടം പോലെ ചെയ്യും. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിതിപ്പം തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ, ശരിക്കും നന്നായിട്ട് വറ്റിച്ചെടുക്കണം, ലിക്വിഡായിട്ടുള്ളതല്ല. നമ്മൾ മീനൊക്കെ വെക്കത്തില്ല ഉണക്കിയായിട്ട് മീൻ, ഇതുപോലെ തന്നെ മീനിനകത്ത് ഇപ്പം മീനും മാങ്ങയുള്ള കറിയാവും. ശരി, മീനൊന്നും ഇല്ലാതെ മാങ്ങ തന്നെ ഉപയോഗിച്ച് വെക്കുന്ന ഒരു മാങ്ങ കറിയും പച്ചമാങ്ങ കറി. ഇതിന് വേവുന്ന നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞ മീൻ കറി പോലെ കുറച്ച് വെള്ളം കഷ്ണം കൂടെ കിടക്കണം, അതേപോലെ വറ്റിയെടുക്കണം. ഒത്തിരി വെള്ളം വേണ്ട, വറ്റിച്ചെടുക്കണം. ഇതിപ്പം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ടൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ എടുത്ത് വെച്ചേക്കുന്ന ഉലുവാപ്പൊടിയില്ലേ അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ചൂടാക്കിയിട്ട് നമുക്ക് അതിനകത്ത് ഇടാം. കറിവേപ്പിലയും കൂടെ എന്നിട്ട് ഉലുവാപ്പൊടിയും ഈ കറിവേപ്പിലയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ഇടാൻ പോവാം.
ഇത് ആ കറിവേപ്പിലയും ഉലുവപ്പൊടിയും കിട്ടില്ലാത്തത് ഞാൻ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. റെഡി ടു സെർവ് ആയി. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഉലുവായും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്തിട്ടത് ഇട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെയുള്ള ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തത്. അത് മാങ്ങയുടെ ഇത് വേവ് നോക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ എത്ര തിക്നെസ് എത്ര തിക്കായിട്ടാണോ അത് കട്ട് ചെയ്തിട്ടേക്കുന്നത് പോലെ. ഓക്കെ, അപ്പം മാങ്ങ വേവുന്നതനുസരിച്ച് നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, ഞാൻ 10 മിനിറ്റ് എടുത്തെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോൾ എരിവിനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പച്ചമുളകും പിന്നെ ഉപ്പിനാണെങ്കിൽ ഉപ്പൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. പിന്നെ ഒക്കെ നല്ല പുളിയുള്ള മാങ്ങ നോക്കുമ്പോൾ പഴുക്കാത്ത മാങ്ങ നോക്കി എടുക്കുക. അപ്പം നല്ല അടിപൊളിയായിട്ടൊരു പച്ച മാങ്ങ കറി, ഗ്രീൻ മാംഗോ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ കുറേ നാളായി യൂട്യൂബിലൊക്കെ റെസിപ്പി ഇട്ടിട്ട്, ഇത് എൻ്റെ അച്ഛൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും യൂട്യൂബിലോടൊക്കെ റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിത് ചെയ്തതാണ്. അതൊക്കെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കറി എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാൻ. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് വെജിറ്റേറിയൻ ആൾക്കൊക്കെ ഇപ്പം മീൻ കഴിക്കാത്തവർക്കൊക്കെ ഇല്ലേ, മീനിൻ്റെ അതേപോലെ തോന്നുന്നത്, മീൻ കറി വെക്കണ പോലെ തന്നെ ഇരിക്കും ഇത്. നല്ലൊരു റെസിപ്പിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ടുണ്ട്, നല്ല പുളിയൊക്കെ ഉണ്ട്, പുളിയുള്ള മാങ്ങ ഉപ്പിൻ്റെയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തുക. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല യമ്മിയായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.